Good afternoon, all. Good afternoon, ma'am. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷനെ കുറിച്ചാണ് എടുത്തത്. അതില് നേച്ചേഴ്സ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, then mixture of cooperation and conflict, then interdisciplinary, then multi-dimensional in nature. 4 നേച്ചറുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. എംപ്ലോയി റിലേഷൻസിന്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, നോക്കാട്ടോ. The scope of industrial relations comprises all sorts of relations in an industry, like creating and nurturing useful and friendly labor management relations, industrial harmony and industrial democracy. ഇതാണ് പറയുന്നത്. അതായത് എംപ്ലോയി റിലേഷൻസ് അതിന്റെ ആ ഒരു സ്കോപ്പുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് the scope of industrial relations comprises all sorts of relations in an industry. അതായത് നമ്മൾ പറയുന്നത് വ്യവസായിക ബന്ധങ്ങളുടെ എല്ലാത്തിനെയും കൂടി സോർട്ട് ചെയ്തിരിക്കുന്ന ഒന്നാണെന്ന്. ലൈക്ക് ക്രിയേറ്റിംഗ് ആൻഡ് നർട്ടറിംഗ് യൂസ്ഫുൾ ഫ്രണ്ട്ലി ആൻഡ് ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഒരു സൗഹൃദപരമായിട്ടുള്ള ഇപ്പൊ എംപ്ലോയീസും അല്ലെങ്കിൽ എംപ്ലോയീസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലേക്കാണ് നമ്മൾ എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതൊരു ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇൻഡസ്ട്രിയൽ ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സൗഹൃദപരമായിട്ടുള്ളത്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അറിയാലോ, അവിടെ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ എല്ലാവരുടെ ആശയങ്ങളെയും അവിടെ സ്വാധീനിക്കുന്നു. എംപ്ലോയീസിന്റെ ആണെങ്കിലും എംപ്ലോയറുടെ ആണെങ്കിലും രണ്ടുപേരുടെയും ആശയങ്ങൾക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുന്നു. In any industry, the workers who work with each other not only influence work relations but also influence the social, economic, political, professional and moral lives of individuals doing job at various organizations. ഒരു ലോങ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, നോക്കാം. അതായത് ഇവിടെ പറയുന്നത് and if any industry, the workers who വർക്ക് വിത്ത് ഈച്ച് അതർ, അല്ലെ ഏതൊരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിലും അവിടെ വർക്കേഴ്സ് ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. അത് നോട്ട് ഓൺലി ഇൻഫ്ലുവൻസ് വർക്ക് റിലേഷൻസ്, അത് അവരുടെ വർക്കിന്റെ റിലേഷനെ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മറിച്ച് പല കാര്യങ്ങളിലും ഈ ഒരു ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് പല കാര്യങ്ങളിലും അത് ഇൻഫ്ലുവൻസ് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന്. ഏതൊക്കെയാണ്? but also influence in the social, economic and political, professional and moral lives of an individual. ഒരു ഇൻഡിവിജ്വലിന്റെ സോഷ്യൽ, സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പൊളിറ്റിക്കൽ ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടുമുള്ള ആ ഒരു ജീവിതത്തെ, അവന്റെ ആ ഒരു ലൈഫിനെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ഈ ഒരു എംപ്ലോയി റിലേഷൻ ചെയ്യുന്നു. Then an industry is a small social universe in itself. ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ സോഷ്യൽ യൂണിവേഴ്സ് ആണെന്ന്, അല്ലെ? ഒരു അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സോഷ്യൽ യൂണിവേഴ്സ് ആണ്, ഒരു ചെറിയൊരു എന്താ പറയാ ഒരു സാമൂഹിക പ്രപഞ്ചമാണെന്ന്. അതായത് ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെ? ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ്, ഒരുപാട് പല രീതികളിലും പല സെക്ഷനിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഇതിനോടൊപ്പം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. കമ്പനി ഓണർ ഉണ്ട്, മാനേജർ ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, ഓരോ പോസ്റ്റിലുള്ള നിരവധി ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ഇടമാണ് ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഒരു ഇൻഡസ്ട്രീനെ നമുക്കൊരു സ്മോൾ സോഷ്യൽ യൂണിവേഴ്സ് എന്ന് വിളിക്കാം. ഒരു ചെറിയൊരു സാമൂഹിക പ്രപഞ്ചമാണെന്ന്. ഒട്ടനവധി ആയിട്ടുള്ള ആളുകൾ അവിടെ ഒന്നിച്ചു നിന്ന് വർക്ക് ചെയ്യുന്നു. പിന്നെ അവർക്ക് നല്ലൊരു റിലേഷൻസ് അവർ തമ്മിൽ കീപ്പ് ചെയ്തു പോകുന്നു. Currently, the scope of employee relations comprises of the following field. ഏതൊക്കെ ഫീൽഡിലാണ് എംപ്ലോയി റിലേഷൻസ് ഒരുമിച്ച് നിൽക്കുന്നതെന്ന് എന്താണ് താഴെ ഇനി പറയുന്ന പോയിന്റ്സുകൾ. ഓക്കെ, ഫസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അണ്ടർലൈൻ ഒന്നും ചെയ്യാനില്ല അതില്. ജസ്റ്റ് എന്താണെന്നുള്ളൊരു എംപ്ലോയി റിലേഷനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞിരിക്കുകയാണ് റിലേഷൻസിനെ കുറിച്ച്.
വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, വായിച്ചിട്ട് മനസ്സിലായോ? ക്ലിയർ ആണോ? എന്താണ് എംപ്ലോയർ റിലേഷൻസിനെ കുറിച്ചാണ് കേട്ടോ അവിടെയും പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പോയിന്റ്സ് നോക്കാം. സ്കോപ്പ് ഓഫ് എംപ്ലോയർ റിലേഷൻസിന്റെ, അതായത് ആ എംപ്ലോയീസിന്റെ ആ ഒരു ജീവനക്കാരുടെ റിലേഷൻസിന്റെ മേഖലകൾ ഏതൊക്കെയാണെന്ന് സ്കോപ്പുകൾ നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് ആ പേരുകൾ മാത്രം ഒന്ന് നോക്കാം കേട്ടോ ആദ്യം. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്, then trade unions, employers organization and collective bargaining, labor legislation, then last one grievance redressal. Okay, നമുക്കിനി ഓരോ പോയിന്റുകൾ നോക്കാം. ഫസ്റ്റ് വൺ, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. എന്താണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് നോക്കാം. Participative management is also known as a participatory management or participative decision making or employee involvement. Underline ചെയ്യാട്ടോ. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഓർ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓർ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. അണ്ടർലൈൻ ചെയ്തോ? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ. Then it involves employee in the process of decision making of the organization by contributing in actions such as forming work schedules, goal setting and giving ideas or suggestions. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പാർട്ടിസിപ്പേറ്റീവ് ആണ്. എംപ്ലോയീസിന്റെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പാർട്ടിസിപ്പന്റ്. It involves employee in the process of decision making of the organization. ഓർഗനൈസേഷന്റെ ഡിസിഷൻ മേക്കിംഗില് എംപ്ലോയീസിനെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ബൈ കോൺട്രിബ്യൂട്ടിംഗ് ഇൻ ആക്ഷൻ സച്ച് ആസ്, എങ്ങനെയൊക്കെയാണ്? ഷെഡ്യൂൾസ്, വർക്ക് ഷെഡ്യൂൾസുകളൊക്കെ ഫോം ചെയ്യാനും അതുപോലെ ഗോൾ സെറ്റ് ചെയ്യാനും, then giving ideas or suggestions, പുതിയ പുതിയ ഐഡിയകൾ പറയാനും സജഷൻസ് ഒക്കെ മുന്നോട്ട് വെക്കാനും നമ്മള് എംപ്ലോയീസിനെ ആ മീറ്റിംഗിലും മറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇപ്പൊ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടും അല്ലെ. അപ്പൊ അതില് എംപ്ലോയിക്കും കൂടി പറയാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കും. ഇനി എന്തെങ്കിലും കൂടുതൽ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻ ഒക്കെ ഉണ്ടെങ്കിൽ പറയാനായിട്ടുള്ള ഒരു അവർക്കും കൂടി ഒരു റോള് നമ്മൾ ആ ഒരു മീറ്റിംഗ്സിലൊക്കെ ആണെങ്കിൽ കൊടുക്കുന്നു. സോ അത് ഒരു എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷന്റെ ഒരു സൂചനയാണ് അല്ലെ. ആണോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണല്ലേ. അല്ലാതെ എംപ്ലോയർ മാത്രം തന്റെ സ്വന്തം ഇഷ്ടം മാത്രം അവിടെ ചെയ്യണല്ല, മറിച്ച് അതില് എംപ്ലോയീസിനെ കൂടി അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാന്ന് എംപ്ലോയീസിനെ. Then രണ്ടാമത്തെയും കൂടി പറഞ്ഞതിന് ശേഷം വായിച്ചു നോക്കാലോ. ഒന്നും രണ്ടും പോയിന്റ് ഒരുമിച്ച് വായിച്ചാൽ മതിയോ? 2 പോയിന്റ് പറയാം, എന്നിട്ട് നിങ്ങൾക്കൊന്ന് വായിക്കാം. ഓക്കെ, അങ്ങനെ പോരെ? മതിയോ? ഓക്കെ. Then ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. രണ്ടാമത്തേതാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ എന്താ പറയുക? ഡിസ്പ്യൂട്ട്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസ്പ്യൂട്ട് എന്നൊക്കെ പറയില്ലേ? എന്താ ഡിസ്പ്യൂട്ട് മീനിങ്? മലയാളത്തിൽ എന്താ പറയുക ഡിസ്പ്യൂട്ടിനെ? കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ വരും അല്ലെ. ഓക്കെ, നോക്കാം. Any discrepancy in industrial relations can give rise to industrial disputes. Any discrepancy എന്ന് വെച്ചാൽ എന്താണ്? എന്താ ഡിസ്ക്രിപ്പൻസി എന്ന് വെച്ചാല് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്, തർക്കങ്ങൾക്ക് കാരണമാകാമെന്ന്. അതായത് ഇപ്പൊ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതോ ഏതൊരു ഒരു പൊരുത്തക്കേടുകൾ, അതായത് എന്താ പറയാ, ഇപ്പൊ ഒരാൾ പറയുന്നതിനോട് യോജിക്കാതെ വരിക, അങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾക്ക് കാരണമാകുന്നു. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് സ്ട്രൈക്ക്, then protest, lockouts, cutbacks and fringe firing of employees, etc. സോ ഒരു ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ ഒരു കമ്പനിയില് ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊരുത്തക്കേടുകൾ വന്നാൽ എംപ്ലോയറും എംപ്ലോയീസും തമ്മില് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പൊരുത്തക്കേടുകൾ വന്നാൽ അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന് കാരണമാകും. വ്യാവസായിക തർക്കത്തിലോട്ട് അത് എത്തിക്കുന്നു, വ്യാവസായിക തർക്കത്തിന് കാരണമായി തീരുന്നു.
ഇനി അത് ഈ ഒരു ഫോമിലോട്ട് എത്തുന്നു. സ്ട്രൈക്ക്, സമരങ്ങൾ ചെയ്യാനാവും അല്ലെ, സമരങ്ങൾ എന്നുള്ളൊരു ഫോമിലോട്ട് എത്തും. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റുകൾ, അതായത് എന്താ പറയാ, തർക്കങ്ങൾ വരാം, പണിമുടക്കുകൾ വരാം, അതുപോലെ തന്നെ ലോക്കൗട്ട്സുകൾ, വർക്ക് ചെയ്യാതെ വരെ ലോക്കൗട്ട്സ് ആക്കാം. അതുപോലെ തന്നെ എന്താണ് കട്ട് ബാക്സ്, അതായത് എന്താണ് മീൻസ് വർക്ക്, തൊഴിൽ വെട്ടിക്കുറക്കുക, ജോലി വെട്ടിക്കുറക്കുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഫയറിംഗ് ഓഫ് എംപ്ലോയീസിനോടുള്ള ഒരു പിരിച്ചുവിടലൊക്കെ വരാം. പിരിച്ചുവിടൽ, എംപ്ലോയീസിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കുറച്ച് എംപ്ലോയീസിന് എന്ത് ചെയ്യും, പിരിച്ചുവിടാനൊക്കെ ശ്രമിക്കും. സോ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഇത്തരം പ്രശ്നങ്ങളിലോട്ട് നയിക്കുന്നു. സമരങ്ങൾ ഉണ്ടാക്കുന്നു, പണിമുടക്കാക്കുന്നു, ദെൻ ലോക്കൗട്ട്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ സാലറി ഒക്കെ കട്ട് ചെയ്യുന്നു, ദെൻ നമ്മൾ എംപ്ലോയീസിനെ കുറച്ചുപേരെ പിരിച്ചുവിടുന്നു. ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളിലോട്ട് കൊണ്ട് എത്തിക്കുന്നു. The Industrial Dispute Act 1947 is a major legislation for identifying and resolving the industrial disputes. Underline ചെയ്യാട്ടോ, Industrial Dispute Act. അതായത് വ്യാവസായിക തർക്കങ്ങളിലെ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള വ്യാവസായിക തർക്കങ്ങൾ ഉണ്ടായാൽ ഈ ഒരു ആക്ട് വഴി നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് കമ്പനികളിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ വ്യാവസായിക തർക്കങ്ങള് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ആക്ട് പ്രകാരം നമുക്ക് അതിനുള്ള പരിഹാരം കാണാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണം. 1947 ഇയർ പഠിച്ചു വെക്കണം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റും ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റും അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങളൊക്കെ പ്രത്യേകം നോക്കുക. ഇനി അണ്ടർലൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. നേഹ ചോദിച്ചോളൂ. സ്ക്രോൾ ചെയ്യാനാണോ? ഓക്കെ. വായിച്ചോ? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റും ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റും. ഓക്കെ ആണല്ലോ. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ട്രേഡ് യൂണിയൻസ്. Trade union is a long-lasting association created by employees in order to gain benefits out of the industry. എന്താ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രേഡ് യൂണിയൻകാർ അല്ലെ, ഓരോ കമ്പനിയിലും ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടാകും. ഈ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് അസോസിയേഷൻ ആണെന്ന്. അതായത് പെട്ടെന്ന് ഇതായി പോകുന്നതല്ല, ഒരു നീണ്ട കാലയളവിൽ നിലനിൽക്കുന്ന ഒരു അസോസിയേഷൻ ആണ്. എംപ്ലോയീസ് തന്നെ രൂപീകരിച്ചിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഗെയിൻ ബെനിഫിറ്റ്സ് അല്ലെ, അതായത് വ്യാവസായികമായിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നും
ബെനഫിറ്റ്സ് നേടാൻ വേണ്ടിയിട്ട് അവര് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു യൂണിയൻ ആണ് ഇത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പെർമനന്റ് അസോസിയേഷൻ ഓഫ് വർക്കേഴ്സ്. ഇതൊരു പെർമനന്റ് അസോസിയേഷൻ ആണ്, സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു അസോസിയേഷൻ ആണ്. ഫോർമഡ് വിത്ത് ദി എയിം ഓഫ് എൻഹാൻസിങ് ആൻഡ് സസ്റ്റെയിനിങ് ദയർ വർക്കിംഗ് എൻവയോൺമെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്? ഇതിന്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലക്ഷ്യം എന്ന് പറയുന്നത് എൻഹാൻസിങ് ആൻഡ് സസ്റ്റെയിനിങ് ദയർ വർക്ക് എൻവയോൺമെന്റ് അല്ലെ. അതായത് ആ ഒരു തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്താനും ദെൻ അതിനെ സസ്റ്റെയിൻ ചെയ്യാനും നിലനിർത്താനും വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥിരം ആയിട്ടുള്ളൊരു സംഘടന അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു യൂണിയൻ ആണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഒരു എംപ്ലോയി റിലേഷന്റെ ഒരു ഭാഗമാണ് അല്ലെ. അതൊരു അത്രയും എംപ്ലോയീസ് ഒത്തൊരുമിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. അപ്പൊ അതിലും ഈ എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു റിലേഷൻസ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രേഡ് യൂണിയൻസിൽ അവർ ഒന്നിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പൊ സമരം ചെയ്ത് ട്രേഡ് യൂണിയൻ വഴിയൊക്കെ പല കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ട്രേഡ് യൂണിയനെ ഒന്നിച്ച് നിന്നിട്ട് ആ തൊഴിലാളികള് അല്ലെ. അപ്പൊ അവര് തമ്മിൽ ഒരു കൂട്ടായിട്ടുള്ള ഒരു ഐക്യവും കാര്യങ്ങളൊക്കെ ആ ഒരു ട്രേഡ് യൂണിയൻസിൽ ഉണ്ടായിരിക്കും. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം, എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയനൊക്കെ പോലെ തന്നെ എംപ്ലോയീസിന്റെ ഓർഗനൈസേഷൻസ് ഉണ്ടാകും. നോക്കാം, എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് ആൻഡ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലെയേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അതായത് ബിസിനസ് ഓഫ് എന്റർപ്രൈസസ് ആൻഡ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലെയേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ അതായത് എംപ്ലോയി റിലേഷൻസിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എംപ്ലോയീസിന്റെ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ വ്യവസായിക ബന്ധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഓർഗനൈസേഷൻസുകൾ. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്? ഇൻ ഇന്ത്യ ദ കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ് CIE അണ്ടർലൈൻ ചെയ്യാട്ടോ, ഫുൾ ഫോം ചോദിക്കും. ഓർഗനൈസേഷൻ ആണ് ഇൻ ഇന്ത്യ the Council of Indian Employers, CIE, Council of Indian Employers. Okay, then All India Organization of Employers, AIOE, underline cheyato. All India Organization of Employers. ഇപ്പൊ പ്രധാനമായിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻസുകളാണ് CIE-യും അതുപോലെ തന്നെ AIOE. കേട്ടിട്ടുണ്ടോ നിങ്ങള്? CIE-യും അല്ലെങ്കിൽ AIOE ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ലേ? എന്താണ്? ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എംപ്ലോയീസിന്റെ. ഓക്കെ, ഇപ്പൊ പ്രധാനപ്പെട്ട രണ്ട് ഓർഗനൈസേഷനുകൾ പഠിച്ചു വെക്കണം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സും അതുപോലെ തന്നെ എന്താണ് ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയേഴ്സ്. ഓക്കെ, then they include members of employers organizations, industry association, employers organization which consist ഇനി ഈ എംപ്ലോയി ഓർഗനൈസേഷൻസിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് എംപ്ലോയി ഓർഗനൈസേഷൻസിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നവരാണ് പറയുന്നത്. റെപ്രസെന്റേറ്റീവ് ഓഫ് ഓർഗനൈസേഷൻ, ഓരോ ഓർഗനൈസേഷനിലെ റെപ്രസെന്റേറ്റീവ്മാരുണ്ടാവും. അതുപോലെ തന്നെ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ട്രേഡിലെ ചേംബേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ, പബ്ലിക് സെക്ടറിലെ ഇൻഡസ്ട്രി അസോസിയേഷൻസിലെ മെമ്പേഴ്സുകൾ. അപ്പൊ ആ രണ്ട് പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, മെമ്പേഴ്സ് ഒന്നും നോക്കി വെക്കുക, ജസ്റ്റ് മെയിൻ ആയിട്ട് ആ രണ്ട് അസോസിയേഷൻസുകൾ അത് പഠിച്ചു വെക്കണം. ഓർഗനൈസേഷൻസുകൾ ഇന്ത്യയിലെ രണ്ട് ഓർഗനൈസേഷൻസുകൾ AIOE-യും അതുപോലെ തന്നെ CIE-യും, അത് രണ്ടെണ്ണം മെയിൻ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, then 3-4 പോയിന്റ്സുകൾ വായിക്കുക. ട്രേഡ് യൂണിയൻസും then എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ്.
കംപ്ലീറ്റ് ചെയ്തോ? ട്രേഡ് യൂണിയൻ ആൻഡ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ മനസ്സിലാക്കി വായിക്കാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കളക്റ്റീവ് ബാർഗൈനിങ്. If a country strives for economic growth, maintaining industrial harmony and peace is important. എന്താണ് പറയുന്നത്? If a country, അല്ലെ, ഒരു രാജ്യം, അല്ലെ, ഒരു രാജ്യം strives for, പരിശ്രമിക്കുകയാണ്, എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് എങ്കിൽ maintaining industrial harmony and peace is important. ഒരു രാജ്യം ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇൻഡസ്ട്രിയൽ ഹാർമണിയും പീസും നിലനിർത്തണം. ഓരോ കമ്പനികളിലും നമ്മൾ പറഞ്ഞ തർക്കങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു പീസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യുവാൻ. ഇൻഡസ്ട്രിയൽ ഹാർമണി റെഫേഴ്സ് ടു, എന്താണ് ഇൻഡസ്ട്രിയൽ ഹാർമണി എന്നാണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഹാർമണി റെഫേഴ്സ് ടു ആൻ അറ്റ്മോസ്ഫിയർ ടു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ്, acceptance and a sense of partnership among the workers and capital. എന്താണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഹാർമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ refers to an atmosphere of perfect understanding, അല്ലെ? അതായത് വ്യവസായിക ഐക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, അക്സെപ്റ്റൻസ് ആൻഡ് സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് എമംഗ് വർക്കേഴ്സ് ആൻഡ് ക്യാപിറ്റൽ. വർക്കറും ക്യാപിറ്റലും, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, മൂലധനം, അല്ലെ? സോ തൊഴിലാളി, വർക്കറും അതുപോലെ തന്നെ മൂലധനവും തമ്മിലുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കല്, അതിനെ അക്സെപ്റ്റൻസ് ചെയ്യുക, അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ്, മീൻസ് ഒരു പങ്കാളിത്തം, ഇതെല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഡസ്ട്രിയൽ ഹാർമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് വർക്കേഴ്സും അവിടുത്തെ ക്യാപിറ്റലും എല്ലാം കൂടി നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പ്രശ്നങ്ങൾ, പൊരുത്തക്കേടൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കോർപ്പറേറ്റ് ചെയ്ത് പോവുക. അതിനെയാണ് എന്ത് വിളിക്കുക? ഇൻഡസ്ട്രിയൽ ഹാർമണി എന്ന് പറയുന്നത്. Then collective bargaining is the official procedure that comprises negotiation and information sharing between employees and employees and employer. രണ്ട് എംപ്ലോയീസ് ഉണ്ട് കേട്ടോ, ഒരു എംപ്ലോയീസ് മതി. എംപ്ലോയീസ് ആൻഡ് എംപ്ലോയ്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ? രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ടോ? എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് എന്ന്. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞത് മാർക്കോ കേട്ടോ. ഷെയറിംഗ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയീസും എംപ്ലോയീസും തമ്മിലുള്ള ഷെയർ ചെയ്യലും, അതുപോലെ തന്നെ എംപ്ലോയീസും എംപ്ലോയറും, രണ്ട് കാര്യമുണ്ട് കേട്ടോ. എംപ്ലോയർ then resulting in an agreement which is suitable to both parties. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്നാണ് പറയുന്നത്? കളക്റ്റീവ് ബാർഗെയിൻ അണ്ടർലൈൻ ചെയ്യാം, ഞാൻ വായിക്കാം, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അത് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ദി ഒഫീഷ്യൽ പ്രൊസീജിയർ that comprises a negotiation and information sharing between employees and employers resulting in an agreement which is suitable to both the parties. Underline ചെയ്തോ? എക്സാമിന് ചിലപ്പോൾ ചോദിക്കോട്ടെ അത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്താണെന്ന്. കൂട്ടായിട്ടുള്ള വിലപേശൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എംപ്ലോയിയും അല്ലെങ്കിൽ എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള ആ ഒരു ചർച്ചകള്, നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ ചർച്ചകള്, മീറ്റിംഗ്സ് ഒക്കെ കൂടുമല്ലോ. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ മീറ്റിംഗ് ഒക്കെ കൂടി അവരവരുടെ കാര്യങ്ങൾ എംപ്ലോയീസ് ഉന്നയിക്കും, അല്ലെ? സോ ആ ഒരു ചർച്ചകളും വിവരങ്ങളും ആ കൈമാറുന്ന ആ ഒരു എന്താ പറയാ, ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഒരു ഒഫീഷ്യൽ പ്രൊസീജിയർ ആണ്. അതായത് ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് അങ്ങനെയുള്ളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അവിടെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങളും പറയാം, അത് ഉന്നയിക്കാനായിട്ടുള്ള ഒരു അധികാരം അവിടെ ഉണ്ട് ആ ഒരു ടൈമില്. റിസൾട്ടിങ് ഇൻ ആൻ എഗ്രിമെന്റ് വിച്ച് ഇസ് സ്യൂട്ടബിൾ ടു ബോത്ത് പാർട്ടീസ്. ഇനി രണ്ട് പാർട്ടികളും ചേർന്നിട്ട് ഇതുപോലെ ചർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ദെൻ അത് ലാസ്റ്റ് എന്ത് ചെയ്യും? രണ്ടു പേർക്കും അനുയോജ്യമായിട്ടുള്ള ആ ഒരു കരാറിലോട്ട് അത് ലാസ്റ്റ് എത്തുന്നത് കുറെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ
എംപ്ലോയീസിന്റെയും എംപ്ലോയറുടെയും രണ്ടുപേരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു കരാറിൽ ലാസ്റ്റ് എത്തിക്കുന്നു. അല്ലാതെ വെറുതെ ചർച്ച മാത്രമല്ല, ചർച്ചയ്ക്ക് അവസാനം ഒരു എൻഡിങ് ഉണ്ടായിരിക്കുന്നു. ഓക്കെ, ഇതാണ് കളക്റ്റീവ് ബാർഗൈനിങ്. ഒഫീഷ്യൽ ആയിട്ട് നമ്മള് എംപ്ലോയീസിന്റെയും എംപ്ലോയറും അവരുടെ ആവശ്യങ്ങളും ഉന്നയിക്കുന്നതാണ്, ചർച്ചകളൊക്കെയാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന് വായിച്ചു നോക്കാം കേട്ടോ. കളക്റ്റീവ് ബാർഗൈനിങ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. ഇതിന് അതിന്റെ കുറച്ചും കൂടി ബാക്കിയുണ്ട്. ആ ഫസ്റ്റത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചൊന്ന് ക്ലിയർ ആക്കണം. മനസ്സിലാക്കി വായിക്കാം കേട്ടോ. വായിച്ചോ കളക്റ്റീവ് ബാർഗൈനിങ്? ഓക്കെ, അതിന്റെ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് നോക്കാം. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ബോത്ത് ദ പാർട്ടീസ്. അല്ലെ, ഈ പ്രോസസ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിൽ രണ്ട് പാർട്ടിയും ഇൻവോൾവ്മെന്റ് ഉണ്ട്, എംപ്ലോയർക്കും ഉണ്ട് എംപ്ലോയീസും ഉണ്ട്. However, in many countries, the government plays a vital role in encouraging collective bargaining by creating relevant law for it. In many countries, ചില രാജ്യങ്ങളിൽ ഗവൺമെന്റ് ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ടെന്ന് ബൈ ക്രിയേറ്റിംഗ് റിലവന്റ് ലോ. അതായത് ഇവിടെ പറയുന്നത് ഒരു നിയമം സൃഷ്ടിക്കുന്നുണ്ടെന്ന്, അതായത് എല്ലാ ഇൻഡസ്ട്രിയിലും ഇതുപോലെ തന്നെ എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് ആവശ്യമാണെന്ന്, അതായത് അവിടെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. സോ ഗവൺമെന്റ് ചില രാജ്യങ്ങളിൽ ഇതിനെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുന്നതാണ്, ഇങ്ങനെ കളക്റ്റീവ് ബാർഗൈനിങ് വേണം, എങ്കിലേ അവിടെ ഒരു എംപ്ലോയീസും തമ്മിലൊക്കെ ഒരു റിലേഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെ, തമ്മിൽ പരസ്പരം ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, എങ്കിലേ ആ ഒരു റിലേഷൻ ഒക്കെ നല്ല രീതിയിൽ നിലനിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നിയമങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു. Hence, collective bargaining result in a consent called union contract, collective agreement or labor contract. അങ്ങനെ കളക്റ്റീവ് ബാർഗൈനിങ് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെന്റ്, നമ്മൾ പറഞ്ഞല്ലോ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു കരാറ് അല്ലെങ്കിൽ ഒരു കൺസെന്റ് രൂപീകരിക്കും. ഇതിനെ പറയുന്നതാണ് യൂണിയൻ കോൺട്രാക്ട് അല്ലെങ്കിൽ കളക്റ്റീവ് എഗ്രിമെന്റ് ഓർ ലേബർ കോൺട്രാക്ട്. അണ്ടർലൈൻ ചെയ്യാം ആ പേരുകള്. കളക്റ്റീവ് ബാർഗൈനിങ് റിസൾട്ട് ഇൻ എ കൺസെന്റ് കോൾഡ്, അവിടെ തുടങ്ങി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. കളക്റ്റീവ് ബാർഗൈനിങ് റിസൾട്ട് ഇൻ എ കൺസെന്റ് കോൾഡ് യൂണിയൻ കോൺട്രാക്ട്, കളക്റ്റീവ് എഗ്രിമെന്റ് ഓർ ലേബർ കോൺട്രാക്ട്. അണ്ടർലൈൻ ചെയ്തോ? പേരുകൾ നോക്കണേ. കളക്റ്റീവ് ബാർഗൈനിങ് റിസൾട്ട് ഇൻ കൺസെന്റ്, അതിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് യൂണിയൻ കോൺട്രാക്ട് എന്ന് വിളിക്കാം, കളക്റ്റീവ് എഗ്രിമെന്റ് ഓർ ലേബർ കോൺട്രാക്ട്. ഓക്കെ, ദെൻ ആറാമത്തെ പോയിന്റ് നോക്കാം. ലേബർ ലെജിസ്ലേഷൻ. ലേബർ ലെജിസ്ലേഷൻ, തൊഴിൽ നിയമങ്ങൾ അല്ലെ, തൊഴിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. In order to improve health and welfare of workers,
labor legislation came into existence. അല്ലെ? അതായത് എംപ്ലോയീസിന്റെ തൊഴിലാളികളുടെ ഹെൽത്ത് ആരോഗ്യവും വെൽഫെയർ ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് തൊഴിൽ നിയമങ്ങൾ നിലവിൽ വന്നു. ഓക്കെ. The last one, grievance redressal. എന്താ grievance redressal കേട്ടിട്ടുണ്ടോ? grievance redressal എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ടേം? കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ മീനിങ്? grievance redressalന്റെ മീനിങ് എന്താ? മലയാളത്തിൽ എന്താ പറയാ? മലയാളത്തിൽ ഒറ്റ വാക്കിൽ എന്ത് പറയാം? grievance redressal പറഞ്ഞോളൂ. തെറ്റിപ്പോകുന്നു എന്ന് വിചാരിക്കേണ്ട, പറഞ്ഞോളൂ. നിങ്ങൾക്ക് അറിയാവുന്നത് എങ്ങനെയാണ് അതുപോലെ പറഞ്ഞു. എനിക്ക് തിയററ്റിക്കൽ ആയിട്ടൊന്നും വേണ്ട. നമ്മൾ സാധാ പറയുന്നത് പോലെ എങ്ങനെയാ പറയാ grievance redressal എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താ അതിന്റെ അർത്ഥം? grievance redressal മീനിങ് ഒന്നുമില്ല. പ്രോബ്ലം സൊല്യൂഷൻ, പരാതികൾക്കുള്ള പരിഹാരം. ഓക്കെ, എത്രേ ഉള്ളൂ. നോക്കാട്ടോ. Employees' grievances are connected to the contract, work rule, regulations, policy or procedure, health and safety regulation, past practice, changing the cultural norms, then unilaterally individual victimization, wage, bonus, etc. പരാതികൾ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഈ പറയുന്നത്. കണ്ടോ? എംപ്ലോയീസ് ഗ്രീവൻസസ്, എംപ്ലോയീസിന്റെ പരാതികളുടെ കാരണങ്ങളാണ്. പരാതികൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിലൊക്കെയാണെന്ന്, ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് പ്രശ്നങ്ങൾ വരുന്നത്, പരാതികളാണ് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയിലെ എംപ്ലോയീസിന്റെ വരാവുന്ന പരാതികള് കോൺട്രാക്ടിന്റെ ബേസിസിൽ ഉണ്ടാവും. അതുപോലെ വർക്ക് റൂള്, റെഗുലേഷൻസ്, പോളിസികൾ, പ്രൊസീജിയർ, ഇതിന്റെയൊക്കെ ഇതില് പരാതികളൊക്കെ വന്നേക്കാം. ദെൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, പാസ്റ്റ് പ്രാക്ടീസസ്. പാസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകാല പഴയ കാലത്തിലെ കുറെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും. ചേഞ്ചിങ് കൾച്ചറൽ നോംസ്, അതായത് എന്താ മാറുന്ന ഇങ്ങനെ ഓരോ നോംസുകള്, ഇങ്ങനെ എന്താ പറയാ നിയമങ്ങളും നടപടികളൊക്കെ മാറ്റുന്നത്. ഇൻഡിവിജ്വൽ വിക്ടിമൈസേഷൻ. എന്ത് ഇൻഡിവിജ്വൽ വിക്ടിമൈസേഷൻ? വ്യക്തിഗത ഇരയാകൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരിക. ദെൻ വേജ്, ബോണസ്, എക്സെട്ര, ഇതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമാണ് എംപ്ലോയീസിന്റെ പരാതികളാണ് പറയുന്നത്. ഓക്കെ. ഇനി all these grievances can be resolved. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കണം അല്ലെ? ഒരു ഇൻഡസ്ട്രിയില് ഒരു എംപ്ലോയീസിന് വന്നേക്കാവുന്ന പരാതികൾ, എംപ്ലോയീസ് ഉന്നയിക്കുന്ന പരാതികളാണ് ഈ പറഞ്ഞത്. സോ all these grievances can be resolved. ഈ പരാതികളെ, ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കണം through the grievance redressal procedure. എന്തിലൂടെ? grievance redressal, പരാതി പരിഹാര നടപടി ക്രമങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. Hence, to develop harmonious industrial relation, to run an unbiased, successful and dynamic workplace, grievance handling must be done effectively. എന്താണ് പറയുന്നത്? അപ്പോ ഈ ഒരു പരാതികളൊക്കെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി നല്ലൊരു യോജിപ്പായിട്ടുള്ള അല്ലെ ഗ്രീവൻസ്, ഹെൻസ് ഹാർമോണിയസ്, ഒന്നിച്ചു നിന്നുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ വേണമെന്ന് അല്ലെ? എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ഒത്തൊരുമിച്ച് നിന്ന്, പൊരുത്തക്കേടൊന്നുമില്ലാതെ ഒത്തൊരുമിച്ച് നിന്നിട്ടുള്ള നല്ലൊരു റിലേഷൻ വേണം. ടു റൺ ആൻ അൺബേസ്ഡ്, സക്സസ്ഫുൾ ആൻഡ് ഡൈനാമിക് വർക്ക് പ്ലേസ്. അതുപോലെ തന്നെ എന്താണ്? ബന്ധങ്ങളൊക്കെ വികസിപ്പിക്കാനും. ടു റൺ ആൻ അൺബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷാപാതം കാണിക്കാതൊക്കെ പറയൂലേ? അതായത് ചില ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, അങ്ങനെയൊന്നും പാടില്ലാന്ന്. എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ പ്രയോറിറ്റി ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ആയിരിക്കണം എന്ന്. Then grievance handling must be done effectively. സോ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലപ്രദമായിട്ട് ഈ ഒരു ഗ്രീവ്നെസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ കൊടുത്ത് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഈക്വൽ ആയിട്ട് എല്ലാവരെയും കാണാം, നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ പരാതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, വായിച്ചു നോക്കാം. ലേബർ ലെജിസ്ലേഷനും ദെൻ ഗ്രീവൻസ് റിഡ്രസലും വായിക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? ലേബർ ലെജിസ്ലേഷൻ ആൻഡ് ഗ്രീവ്നസ് റിഡ്രസൽ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് 7 സ്കോപ്പുകളാണ് നമ്മൾ പഠിച്ചത്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്, ട്രേഡ് യൂണിയൻ, എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ, then collective bargaining, labor legislation, grievance redressal. ഓക്കെ, അപ്പോ എംപ്ലോയി സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻ പഠിക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ദെൻ അതിനുള്ളിലുള്ളത് വായിക്കണം. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാം. ദെൻ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ടല്ലോ, അത് ബൈ ഹാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾ വായിക്കണം. പിന്നെ ചില പോയിന്റ്സുകൾ നമ്മൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. എംപ്ലോയി റിലേഷൻസിന്റെ ഒബ്ജക്റ്റീവുകളാണ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്നാണ്. ജസ്റ്റ് നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ്സ് പേരുകൾ മാത്രം നോക്കാം. 10 ഒബ്ജക്റ്റീവ്സ് ആണ്. വളരെ കുറച്ചുള്ള അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊന്ന് കുറച്ച് ചുരുക്കി കൂടെ എന്ന് വിചാരിച്ചില്ലേ? 10 ഒബ്ജക്റ്റീവ്സ് ഉണ്ട് കേട്ടോ. പേരുകൾ മാത്രം പഠിക്കാം. ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ജസ്റ്റ് ആ 10 ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ പഠിക്കാം. അത് പഠിക്കണതിന് ബുദ്ധിമുട്ടുണ്ടോ? അതൊന്ന് കൃത്യമായിട്ട് പഠിക്കാം. അത് പഠിച്ചാൽ തന്നെ അതിന്റെ ഉള്ളിലുള്ളത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. നോക്കാം. ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അപ്പൊ ഇതിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും കേട്ടോ. അതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് 10 ഒബ്ജക്റ്റീവ് ആക്കിയിരിക്കുന്നത് അല്ലെ? അപ്പൊ അത് കുറവാണെന്ന് കരുതി പഠിക്കാം. അപ്പൊ ഒബ്ജക്റ്റീവ്സ് 10 ഒബ്ജക്റ്റീവ്സ് നമുക്ക് ആദ്യം വായിക്കാം അല്ലെ? ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്. മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാം. To improve economic status of workers, to regulate control of government, to ensure workers' participation, to develop and support labor unions, to prevent industrial conflicts, to reduce strike and lockouts, then to sustain industrial democracy, to increase productivity, to provide then proprietary interest. Okay, ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ്, എംപ്ലോയി റിലേഷൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നോക്കാം. First one, to protect workers and management interest. Protecting the well-being of workers and management by creating excellent understanding and goodwill between the various sections that are responsible for production is the prime objective of industrial relation. എന്തെങ്കിലും മനസ്സിലായോ? നേരെ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോകണം വായിക്കാനായിട്ട്. എങ്കിലും അത് ക്ലിയർ ആകുള്ളൂ. മനസ്സിലായോ? ഞാൻ പറയാം കേട്ടോ. ഒന്നുകൂടി വായിക്കാം. Protecting the well-being of workers and management by creating excellent understanding and goodwill between the various sections that are responsible for production is the prime objective of industrial relation. എന്ന് പറയുന്നത് നേരെ ബാക്കിൽ നിന്ന് തുടങ്ങിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാകുള്ളൂ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊഡക്ഷന് പ്രൊഡക്ഷൻ ഉത്തരവാദികളായിട്ടുള്ള അല്ലെ? അതായത് പ്രൊഡക്ഷന് കൂടുതൽ ഉത്തരവാദികളായിട്ടുള്ളത് ആരൊക്കെയാണ്? വിവിധ വിഭാഗങ്ങൾ, പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ, അവരായിരിക്കും. കുറെ വർക്കേഴ്സ് ഉണ്ടാവും. അവരാണ് ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നവര്. സോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷന് ഉത്തരവാദികളായിട്ടുള്ള ഈ പ്രൊഡക്ഷന്റെ ആ ഒരു ഫീൽഡില് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികള്, ആ ഒരു വിവിധ വ്യക്തികൾ അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ
നല്ലൊരു സൗഹാർദ്ദമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ആ എംപ്ലോയീസിനും എംപ്ലോയർക്കും തൊഴിലുടമകൾക്കും തൊഴിലുടമയ്ക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും നല്ലൊരു ക്ഷേമവും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് കണ്ടോ. പ്രൊട്ടക്ടിങ് വെൽബീയിങ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്, വർക്കേഴ്സിനെയും മാനേജ്മെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യണം എന്ന്. ഓക്കെ, എവിടെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലിൽ, അതായത് നമ്മൾ പ്രൊഡക്ഷനിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതായത് പ്രൊഡക്ഷനിലോട്ട് കൂടുതൽ ആരാണോ അവിടെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സോ ആ ഒരു പ്രൊഡക്ഷന് ഉത്തരവാദികളായിട്ടുള്ള വിഭാഗങ്ങൾക്കിടയിൽ നല്ലൊരു ധാരണയും അതുപോലെ തന്നെ എന്താണ് നല്ലൊരു സൗഹൃദമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് മാനേജർക്കും എംപ്ലോയീസിനും നല്ലൊരു അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യണം എന്നതാണ് ഫസ്റ്റത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാനേജ്മെന്റിനെയും വർക്കേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുക. അവരാണല്ലോ പ്രൊഡക്ഷൻ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? വർക്കേഴ്സും അതുപോലെ തന്നെ മാനേജ്മെന്റ് ആണ്. സോ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് ആ സെന്റൻസിൽ പറയുന്നത്. ബാക്കിൽ വായിച്ചാൽ അത് മനസ്സിലാകുള്ളൂ. സെന്റൻസ് പെട്ടെന്ന് ഒറ്റയടിക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാകില്ല, കാരണം ഇച്ചിരി വളച്ചൊടിച്ച് തന്നിരിക്കുകയാണ്. പറയുന്ന കാര്യം ഇതാണ്, വർക്കേഴ്സിനെയും മാനേജ്മെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുക. അവരാണ് ഇവിടെ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള വ്യക്തികൾ. ആണോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയ സെന്റൻസുകള്. ഫസ്റ്റ് പോയിന്റ് വായിക്കണേ. ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്. ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചാലേ സെന്റൻസുകൾ മനസ്സിലാവുള്ളൂ കേട്ടോ. ചിലത് നിങ്ങൾ ബാക്ക് ചെയ്ത് വായിച്ചു തന്നാലേ ഇത് മനസ്സിലാകുള്ളൂ. വായിച്ചോ ഫസ്റ്റത്തെ പോയിന്റ്? ക്ലിയർ ആണോ? ബാക്കിൽ നിന്ന് വായിക്കുമ്പോഴല്ലേ കുറച്ചും കൂടി മനസ്സിലാവുന്നത്. ഒറ്റയടിക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ മീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ടു ഇംപ്രൂവ് ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ ഇക്കണോമിക് സ്റ്റാറ്റസിനെ ഇംപ്രൂവ് ചെയ്യിക്കുക. The aim of industrial relations is to enhance the economic standing of workers by increasing their wages and benefits, and by assisting the workers in developing an effective budget. എന്താണ് പറയുന്നത്? The aim of industrial relation ലക്ഷ്യം എന്നുള്ളത് to enhance economic standing of workers. വർക്കേഴ്സിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക. എങ്ങനെ? ബൈ ഇൻക്രീസിംഗ് ദെയർ വേജസ്, അവരുടെ വേജസ് കൂട്ടുന്നതിലൂടെയും, ആൻഡ് ബെനഫിറ്റ്സ്, അവർക്ക് സാലറിക്ക് പുറമെ കൊടുക്കുന്ന ബെനഫിറ്റ്സുകളിലൂടെയും അവരുടെ ഇക്കണോമിക് സ്റ്റാറ്റസ് കൂട്ടാനായിട്ട്. ബൈ അസിസ്റ്റിംഗ് ദ വർക്കേഴ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻ എഫക്റ്റീവ് ബഡ്ജറ്റ്, അതായത് സാലറി ഒക്കെ കൂട്ടി ബെനഫിറ്റ്സുകളൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഇക്കണോമിക് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സാമ്പത്തിക സ്ഥിതി, വർക്കേഴ്സിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല. വായിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. വായിച്ചു നോക്കാം. ടു ഇംപ്രൂവ് ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്.
മനസ്സിലാക്കി വായിക്കുക കേട്ടോ. എളുപ്പമാണ് പോയിന്റ് കേട്ടോ, അത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. വായിച്ചോ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ കൺട്രോൾ റെഗുലേറ്റ് ചെയ്യാണ്. Industrial relations handle control of the government of those units that are facing a constant loss or ones where production is controlled for the benefit of the public. എന്താണ് പറയുന്നത്? അതായത് ഗവൺമെന്റ്, അതായത് ഈ ഇൻഡസ്ട്രിയിലൊക്കെ ചിലത് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ? സോ ഈ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടുതലായിട്ടും ഇൻഡസ്ട്രിയിലെ നമ്മൾ ഇങ്ങനെ നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ അത് അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻഡസ്ട്രികളാണെങ്കിൽ അവരുടെ ആ ഒരു ഉൽപാദനം അല്ലെ കോൺസ്റ്റന്റ് ആയിട്ട് അവരുടെ ഒരു പ്രൊഡക്ഷൻ ചിലപ്പോൾ ലോ ആയിരിക്കുന്നത്. വേർ വൺ പ്രൊഡക്ഷൻ ഈസ് കൺട്രോൾഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പബ്ലിക്. അതുപോലെ തന്നെ നിയന്ത്രണം ഇങ്ങനെ വ്യവസായിക ഇൻഡസ്ട്രികളായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ആ ഒരു പ്രയോജനത്തിനായി ഉൽപാദനം നിയന്ത്രിക്കുന്ന യൂണിറ്റുകളോ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ഒരു നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നത്. അതായത് കൂടുതലായിട്ടും ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഗവൺമെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ബെനഫിറ്റ്സുകളൊക്കെ നമുക്ക് കുറഞ്ഞേക്കാം. ബെനഫിറ്റ്സുകളൊന്നും പബ്ലിക്കിന് കിട്ടണമെന്നില്ല. സോ അത് കുറയ്ക്കാണ് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ റെഗുലേറ്റ് ചെയ്യാം, നിയന്ത്രിക്കുകയാണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റിന്റെ കൂടുതലായിട്ടുള്ള ഇടപെടലുകൾ നിയന്ത്രിക്കുക, റെഗുലേറ്റ് ചെയ്യുക. നാലാമത്തെ പോയിന്റ്, ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. 5 പോയിന്റ് നമുക്ക് പറഞ്ഞു നിർത്താം കേട്ടോ. 5 പോയിന്റ് പറയാനാണ്. ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. It aims at giving a chance to the workers to express their views in management and participate in decision making. വർക്കേഴ്സിന് നമ്മൾ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് കൊടുക്കാന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീറ്റിംഗ്സുകളൊക്കെ വിളിച്ചു കൂട്ടാം. ദെൻ അവരുടെ അഭിപ്രായങ്ങൾ, അവർക്ക് എന്തെങ്കിലും സജഷൻസുകളോ അല്ലെങ്കിൽ ഒപ്പീനിയൻസുകളോ പറയാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ എംപ്ലോയീസിന് കൊടുക്കാന്ന്. ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലും മറ്റും എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്യാം. ഇറ്റ് ഓൾസോ ഇൻക്രീസ് വർക്കേഴ്സ് പവർ. അത് വർക്കേഴ്സിന്റെ പവറിനെ ഇൻക്രീസ് ചെയ്യുന്നു. സോ ദാറ്റ് ദെയർ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ത്രൂ ദി ജോയിന്റ് ഡിസ്കഷൻ. അപ്പൊ മേ ബി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ ഡിസ്കഷൻസിലൂടെ അവരുടെ ആ പ്രോബ്ലം സോൾവ് ആയി കിട്ടുന്നു. ഡിസ്കഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള ആ ഒരു ഡിസ്കഷൻസിലൂടെ അവർക്ക് ആ ഒരു പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞത് തീർക്കാനായിട്ടും സാധിക്കുന്നു. To ensure workers' participation. Okay, വായിച്ചു നോക്കാം. റെഗുലേറ്റ് വായിക്കണം. നാലാമത്തെ പോയിന്റ് വായിക്കാം കേട്ടോ.
Okay, then അഞ്ചാമത്തെ point, to develop and support labor unions. Labor unions develop ചെയ്യും support ചെയ്യുകയും ചെയ്യുക. It creates and promotes labor unions so that the workers' strength can be enhanced. Labor union promote ചെയ്യാണ്, അത് വർക്കേഴ്സിന്റെ സ്ട്രെങ്തിനെ കൂടുതലായിട്ടും എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ റിലേഷൻസ് അവിടെ നല്ല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ലേബർ യൂണിയൻ എന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലെ, അവിടുത്തെ എംപ്ലോയീസ് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നു. ദെൻ അവരുടെ ആ ഒരു റിലേഷൻസിന്റെ സ്ട്രെങ്ത് കൂട്ടാനും അത് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാനും നമുക്ക് ഈ ഒരു ലേബർ യൂണിയൻസ് വഴി ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സിൽ ഇനി 5 ഒബ്ജക്റ്റീവ്സ് കൂടി ഉണ്ട് കേട്ടോ. 10 ഒബ്ജക്റ്റീവ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. 6ാമത്തെ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ 5 എണ്ണം എടുത്തു വെക്കാം എന്നാണ് വിചാരിച്ചത്. ദെൻ നെക്സ്റ്റ് സ്പീഡിൽ പറഞ്ഞു പോകാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചില ഒബ്ജക്ട്സുകൾ ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റയടിക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ബാക്കി 5 എണ്ണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. മതിയോ? 5 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കി 5 ഒബ്ജക്റ്റീവ്സും കൂടി ഉണ്ട്. മതിയോ? ഓക്കെ, ചില ആളുകളൊക്കെ ഉറങ്ങി മതിയായിരിക്കുന്നതാണ് അല്ലെ, ഉറങ്ങുന്നുണ്ടോ? ഈ പോർഷൻസ് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചില പോർഷൻസ് നമുക്ക് ഒരുപാട് അങ്ങോട്ട് എന്താ പറയാ എല്ലാം ചെയ്ത് പറയാനൊന്നും പറ്റില്ല. എക്സാക്ട് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ വെച്ച് പറയാനൊന്നും പറ്റാത്ത ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. ചിലത് നമുക്ക് ഇങ്ങനെ എക്സാമ്പിൾ ഒക്കെ വെച്ച് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ റിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടൊക്കെ പറയാം. പക്ഷെ ചിലത് എക്സാക്ട് ആ പോയിന്റ്സ് ആണ്, അത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചേ പറ്റൂ. മാക്സിമം ഞാൻ അതിന് ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. ദെൻ അപ്പോ എംപ്ലോയി റിലേഷൻസിൽ നമ്മള് സ്കോപ്പ് നോക്കിയിരുന്നു. ദെൻ ഒബ്ജക്റ്റീവ്സ് 5 ഒബ്ജക്റ്റീവ്സ് ആണ്. ബാക്കി 5 ഒബ്ജക്റ്റീവ്സ് കൂടി ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ 6ാമത്തെ ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയായിരിക്കും എടുക്കുന്നത് കേട്ടോ. ദെൻ ഉറങ്ങിയ ആൾക്കാരൊക്കെ എത്തിച്ചോളൂ കേട്ടോ. ഉറങ്ങിയവരുണ്ടോ കൂട്ടത്തില്? കുറച്ചു പേർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉറക്കം വന്നിട്ടുണ്ടാവും. ഇയാള് ഞാൻ പറയുന്നില്ല ഉറപ്പിച്ച് അല്ലേ? കുഴപ്പമുണ്ടായിരുന്നോ? എടുത്ത് നോക്കി ക്ലിയർ ആണോ? ഓക്കെ ആണോ? പോയിന്റ്സുകള് നന്നായിട്ട് വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചാൽ കിട്ടില്ല. നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് വായിച്ചാല് ചില പോയിന്റ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഡയറക്റ്റ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. പല പോയിന്റ്സും എന്താ പറയാ നേരെ വരേണ്ട വഴിക്ക് കറങ്ങി തിരിഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാവും. എങ്കിലോ അതിന്റെ മീനിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് വളച്ചൊടിച്ചിട്ടുള്ള രീതിയിലേക്കാണ്. ആണോ? എവിടെ ഉറങ്ങണോ എല്ലാവരും? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാട്ടോ. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും 1 അവർ ക്ലാസ് മാക്സിമം എടുത്തു പോകാനാണ് ശ്രമിക്കാറ്. നിങ്ങളോട് എന്താ പറയാ ഒന്നും സംസാരിക്കാറൊന്നും ഇല്ല. ദെൻ ഓക്കെ ആണോ? ക്ലാസ്സില് ഉണ്ടോ എല്ലാവരും ഇവിടെ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും സംസാരിക്കാനില്ല, എല്ലാം മനസ്സിലായി എങ്ങനെയാണോ? ക്ലാസ്സിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും ഒന്നും സംസാരിക്കാനില്ല. പഠനം എങ്ങനെ പോകുന്നു? എല്ലാവരുടെയും പഠിക്കുന്നുണ്ടോ? എക്സാമിന് റിവിഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണോ? എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കണോട്ടോ. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ എക്സാമിന് വേണ്ടി പഠിക്കാം. കഴിഞ്ഞ ചാപ്റ്റേഴ്സുകളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am.